ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇന്നലെയൊക്കെ നമ്മൾ ലൈവിൽ വന്നപ്പം നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാകട്ടെ ഇപ്പം പറയാൻ പോകുന്നത്. ഇന്ന് 1-ാം തീയതിയല്ലേ? അപ്പം ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടുപ്പിച്ചിട്ട് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളുക. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാളെ പിന്നെ 2-ാം തീയതിയാണ്. ഞാൻ ഈ മലയാള മാസത്തിൻ്റെ ഡേറ്റ് ആകട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഇരട്ട സംഖ്യകൾ നിങ്ങൾ ആരും തുടങ്ങണ്ട. പിന്നെ നിങ്ങളിത് 3-ാം തീയതിയെ തുടങ്ങത്തുള്ളൂ. അപ്പം നിങ്ങൾ 3-ാം തീയതിയാണ് ഈ വീഡിയോ കാണുന്നത്. പിന്നെ 4-ന് ചെയ്യരുത്, 5 ഈ ഒറ്റ സംഖ്യയിൽ ചെയ്യാവുള്ളൂ. ഒന്നെങ്കിൽ 5, 7, 9, 11 ഇങ്ങനെ ഈ ഒറ്റ സംഖ്യയിൽ വേണം നിങ്ങളിത് ഉറപ്പായിട്ടും തുടങ്ങാൻ. ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സംഖ്യ തുടങ്ങി, നമ്മളിപ്പം 1-ാം തീയതി തുടങ്ങി, നമുക്ക് 23-ാം തീയതി അവസാനിപ്പിക്കാം. അതായത് ഇത് നമ്മൾ മുടക്കമില്ലാതെ 23 ദിവസം നിങ്ങളിത് ചെയ്തിരിക്കണം. അതായത് പീരിയഡ്സ് ടൈമിൻ്റെ ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് മറ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഭക്ഷണത്തിലൊന്നും നോയമ്പില്ല, ശരീര നോയമ്പ് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിക്കലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് പകലൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ. മറ്റുള്ള വീഡിയോസ് പോണൊക്കെ നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ചെയ്യാം എന്ന സമയമൊക്കെ ഉള്ള വീഡിയോകളായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ വളരെ കറക്റ്റായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് പഠിച്ച് ചേട്ടായിയുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാനായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മലയാള മാസം തുടങ്ങിയിട്ട് ഇതിടാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നിങ്ങളെല്ലാവരും ഇന്നലെ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടത്. എപ്പോഴാണ് ഇടുന്നത്, അല്ല ഇന്നലെ തന്നെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ ലൈവിൽ എല്ലാവരും തന്നെ ഉണ്ടായെന്ന് വരത്തില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് പറയാനും പറ്റത്തില്ല. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാൽ വീണ്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്, രാത്രി നമ്മൾ ഭക്ഷണം ഇപ്പം രാത്രി 8 മണിക്ക് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് 9, 10, 11 മണിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണത്തിന് ശേഷം 3 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ഈ വീഡിയോ ചെയ്യാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇറച്ചി കൂട്ടുന്നതിനോ മീൻ കൂട്ടുന്നതിനോ മുട്ട കഴിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഈ 23 ദിവസം മസ്റ്റായിട്ട് ശരീര നോയമ്പ് വേണം. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം കേട്ടോ, അതാരാണെങ്കിലും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊച്ചു പിള്ളേരൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ ഈ വീഡിയോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ അടുപ്പിച്ച് വെക്കേണ്ട ഒരു 3-4 ഐറ്റം സാധനങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പച്ച കളറ് ചാർട്ട് പേപ്പർ ഇതുണ്ട്. ഇതെന്ന് പറയുമ്പം വേറൊരു കളർ, ഇപ്പം നിങ്ങളിത് കാണിക്കാൻ വേണ്ടി എടുത്താൽ കേട്ടോ. പച്ച കളറ് ചാർട്ട് പേപ്പർ നിങ്ങൾ ലേഡീസ് സ്റ്റോറിലോ പിന്നെ ബുക്ക് സ്റ്റാളിലോ ഒക്കെ എവിടെ വേണേലും കിട്ടും. 3-4 രൂപയേ ഉള്ളൂ ഒരു ഷീറ്റിന്. ഒരു ഷീറ്റ് മേടിക്കുക. അതുപോലെ തന്നെ പച്ച മഷിയുള്ള പേന മേടിക്കുക. പേന പച്ചയാകണമെന്നില്ല, മഷി പച്ചയായിരിക്കണം. പിന്നത്തേതെന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറ് മെഴുകുതിരി, എല്ലാം പച്ചയായിരിക്കണം. പിന്നെ ഒരു കൂട് തീപ്പെട്ടി. ഒരു തീപ്പെട്ടി അറിയാലോ, ലൈറ്റർ ഇതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, തീപ്പെട്ടി ഉപയോഗിക്കുക. എന്നിട്ട് നമ്മുടെ അലമാരിയിലും അടുക്കളയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ഇഷ്ടം പോലെ പാത്രങ്ങൾ കാണുമല്ലോ, അതിലേതെങ്കിലും ഒരിടത്തരം പാത്രം, വലിയ പ്ലേറ്റ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇടത്തരം പ്ലേറ്റ് ഇങ്ങനെ എടുക്കുക. അതും കൂടെ കൊണ്ടുവന്ന് വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്യുക. നമ്മൾ എവിടെ ഇരുന്നാണോ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിയുള്ളത്, ആരും ശല്യം ചെയ്യാതെയും നമ്മൾ ഈ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരും വന്ന് വിളിക്കാതെയൊക്കെ ഇരിക്കുന്ന ഒരു റൂം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത് അത് റെഡിയാക്കി ഒന്ന് അടിച്ച് തളിച്ച് തുടച്ച് നമ്മൾ ഇട്ടേച്ചും കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് വായും കയ്യും മുഖവും ഒക്കെ കഴുകി വൃത്തിയായിട്ട് നമ്മൾ വന്നിരുന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം. നമ്മൾ ഈ ആദ്യമേ നമ്മുടെ ചാർട്ട് പേപ്പറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഏത് പ്ലേറ്റാണോ എടുക്കുന്നത് ആ പ്ലേറ്റിൻ്റെ ഉൾഭാഗത്തിൻ്റെ അളവിൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് അത് ആ പേപ്പർ ഈ പ്ലേറ്റിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് അകത്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, ഒരു കഷ്ണം ചാർട്ട് പേപ്പറും കൂടെ നിങ്ങൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം ഇപ്പം എന്താ, ആ ആവശ്യം ആ പേപ്പറിൽ എഴുതുക. ആ എഴുതുന്നതിനൊരു രീതിയുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യം എന്താവശ്യമാണ് അത് നടന്ന് കിട്ടി എന്ന് തന്നെ വേണം എഴുതാൻ. ഇപ്പോൾ ഒരു കല്യാണം ഒരുപാട് കാലമായിട്ട് ആലോചിച്ചിട്ട് നടക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ കല്യാണം കാര്യം തീരുമാനമായി, ഉറപ്പിച്ചു. ഇങ്ങനെ മാത്രം എഴുതുക. അതിലൊരു ജോലിക്കാര്യമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി
എന്നെഴുതുക. അതുപോലെ തന്നെ ഒരു വസ്തു വിൽപ്പനയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വസ്തുവാണ് കൊടുക്കാനുള്ളതെങ്കിൽ കന്നിമൂല സൈഡിൽ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ 3 ഞുള്ള്, ഇങ്ങനെ ഈ 2 വിരൽ കൂട്ടി 3 ഞുള്ള് മണ്ണെടുക്കുക. മണ്ണെടുത്ത് നമ്മൾ ഈ എഴുതിയതിൻ്റെ ഈ എന്ന് വെച്ചാൽ എഴുതി നമ്മൾ എൻഡിങ് ഇവിടെ കൊണ്ട് നിർത്തൂല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് ഇത് ചെയ്യാനായിട്ട്. അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിലോ, അതല്ല നിങ്ങളൊരു ലോൺ വെച്ചിട്ട് കിട്ടാതെയോ അല്ല ഒരു ചിട്ടി അടിക്കാതെയോ ആയിരിക്കുന്നെങ്കിലും നിങ്ങളിത് എഴുതിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ 1 രൂപ കോയിൻ വയ്ക്കുക. ഇനിയിപ്പം നിങ്ങളുടെ ആവശ്യം എന്തും ആയിക്കോട്ടെ. കുറേ പേര് ഇന്നലെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പ്രണയമുണ്ട്, അത് മുടങ്ങി നിൽക്കുകയാണ്, അവൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ. ആ വിഷയമാണെങ്കിലും നിങ്ങൾ എഴുതിക്കോണം. ഇനി അതല്ല എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് പിണങ്ങി പിരിഞ്ഞു പോയി, തിരിച്ചു വിളിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ഇത് തന്നെ ചെയ്യുക, ഇതുപോലെ തന്നെ എഴുതുക കേട്ടോ. എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ എഴുതി ഇതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് നമ്മൾ തിരിയുണ്ടല്ലോ, നമ്മുടെ മെഴുകുതിരി നമ്മൾ ഈ തീപ്പെട്ടി കൊണ്ട് തന്നെ നമ്മൾ ഉരച്ച് കത്തിച്ച് കയ്യിൽ പിടിച്ചിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ പേപ്പർ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്തോട്ട് ഇത്തിരി മെഴുകുതിരി ഒഴിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഉറപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുവാണെങ്കിൽ സർവശക്തനായ ദൈവം ഒന്നേ ഉള്ളൂ, അതായത് പ്രപഞ്ചശക്തി. ഈ പ്രപഞ്ചശക്തിയാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. നമ്മളതിന് പറയും പഞ്ചഭൂതങ്ങൾ 5 അടങ്ങിയ ഒരു ശക്തിയാണ് ദൈവം. അല്ലാതെ ക്രിസ്ത്യൻസിനൊരു ദൈവം, മുസ്ലിംസിനൊരു ദൈവം, ഹിന്ദുക്കൾക്കൊരു ദൈവം, ഇതെല്ലാം മനുഷ്യൻ വേർതിരിച്ചുണ്ടാക്കിയേക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേർതിരിവുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ വിളിച്ച് നിങ്ങളത് തന്നെ വിളിച്ചു. അതല്ല അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലൊക്കെ ഒറ്റ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവർ സർവശക്തനായ ദൈവമേ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയെ എന്ന് പറയുക, പ്രപഞ്ചത്തിൻ്റെ ഉടയവനെ എന്ന് ഓർക്കുക. നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ കാര്യം സാധിച്ചു തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ ഈ കാര്യം സാധിച്ചു തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് നമ്മൾ മനസ്സിരുത്തി 23 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കർമ്മം ചെയ്യേണ്ടത് 23 ദിവസം, നിങ്ങൾ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ രാത്രി 12 മണി വരെ സമയമുണ്ടെങ്കിലും 11:59 നമ്മൾ ഈ ചടങ്ങ് നിർത്തിയിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ആരും വന്ന് വിളിക്കാൻ പാടില്ല, ഫോൺ സൈലൻ്റാക്കി മാറ്റി വയ്ക്കുക, ഫോൺ എടുക്കാൻ പാടില്ല, ടോയ്ലറ്റിൽ പോകാൻ പാടില്ല, മറ്റൊരു ചിന്തയും പാടില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്, ഇതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ മെഴുകുതിരി നാളത്തേലോട്ട് തന്നെ നോക്കി ഇരുന്നിട്ട് വേണം 23 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കാനായിട്ട്. പ്രപഞ്ചശക്തി, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രപഞ്ചശക്തി എൻ്റെ ഈ കാര്യം എനിക്ക് സാധിച്ചു തന്നിരിക്കുന്നു, അതിന് നന്ദിയുണ്ട് എന്ന് തന്നെ പറയണം. അതല്ല ഇനിയിപ്പം ഹിന്ദുക്കൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലർ പറയില്ലേ മഹാദേവനെ എനിക്ക് വിശ്വാസം പ്രപഞ്ചശക്തി ഒന്നും അല്ലെന്ന്. അപ്പം മഹാദേവൻ എൻ്റെ കാര്യം നടത്തി തന്നതിന് എനിക്ക് നന്ദിയുണ്ട് എന്ന് തന്നെ പറയണം. ഏതൊരു വിഷയമായിക്കോട്ടെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 100-ൽ 150% ഉറപ്പായിട്ട് നടക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. നടന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങളുടെ അടുക്കൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ചേട്ടായിയുടെ ബൈപ്പാസ് സർജറി ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞ് വീണ്ടും ചേട്ടായിക്ക് ഒരു ചെറിയൊരു രീതിയിൽ ഒരു അറ്റാക്ക് പോണക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചേട്ടായിക്ക് 6ാമത്തെ മാസം ഓപ്പൺ സർജറി വീണ്ടും വേണ്ടി വന്നപ്പം ചേട്ടായിയുടെ മോൻ ഇതേ രീതിയിൽ കിട്ടൂന്ന് പറഞ്ഞ ഒരു കാര്യമല്ലായിരുന്നു, ചേട്ടായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്ന അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഞാനും ഇന്ന് വൈകിട്ട് തൊട്ട് ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കൊരു കുറച്ച് സ്ഥലമുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ റെഡിയായി വരുമ്പോൾ എനിക്കത് മുടക്കമാണ് വരുന്നത്. ഒന്ന് റെഡിയാക്കി വന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഒരു മുടക്കം, വീണ്ടും നമ്മളത് റെഡിയാക്കി കഴിയുമ്പോൾ അടുത്ത ഒരു മുടക്കം. ഉറപ്പായിട്ടും ഞാനും ഇന്ന് തൊട്ട് 23 ദിവസം ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാം. ഏതൊരു കാര്യം നമ്മൾ വിശ്വാസത്തോടെ ചെയ്താൽ അത് നമ്മുടെ കൂടെ ഇരിക്കും, നമുക്ക് ഫലവത്താണ്, ഉറപ്പാണ്. നിങ്ങൾക്കൊരു രോഗാവസ്ഥ ആയിക്കോട്ടെ, നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തോളുക കേട്ടോ. അപ്പം നിങ്ങൾക്കിനി എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. അപ്പം ഇന്ന് തന്നെ കാണുന്നവർ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇരട്ട സംഖ്യ തുടങ്ങരുത്. നിങ്ങൾ നാളെയാണ് കാണുന്നത്
അല്ലെങ്കിൽ നാളെ മലയാള മാസം 2-ാം തീയതി തുടങ്ങരുത്. ഒറ്റ സംഖ്യയിൽ ഒന്നെങ്കിൽ 1, 3, 5, 7 ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ തുടങ്ങി 23 ദിവസം ചെയ്യുക. 23 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കത്തിച്ച തിരിയുടെ ബാക്കി കാണുമല്ലോ, ഒരു തിരി കാണും. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് തിരി കത്തിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ ഫൂന്നും പറഞ്ഞ് ഊതിക്കെടുത്താതെ പയ്യെ ഇങ്ങനെ ഒന്നെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ വീശിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ കെടുത്തിയിട്ട് മാറ്റി വെച്ചിട്ട് നാളെയും ഈ തിരിയെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. മുറുത്തിരിയാണെന്ന് വിചാരിക്കുകയേ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇത് ബാലൻസ് വരുന്ന 23 ദിവസം നമ്മൾ ചെയ്തിട്ട് 24-ാം ദിവസം ഈ മണ്ണായിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, കാശായിക്കോട്ടെ, ഇതെല്ലാം ഈ മെഴുകുതിരി എല്ലാം കൂടെ കൊണ്ടുപോയി ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ട് നിങ്ങൾ ഒഴുക്കി കളഞ്ഞേക്കും. അതല്ല നിങ്ങൾക്ക് ഇത് ഒഴുക്കാനുള്ള സൗകര്യം ഇല്ലാത്ത ഒരു തെങ്ങുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഏറ്റവും ചുവട്ടിൽ കുഴിയെടുത്തിട്ട് ഇത് മൂടിക്കളഞ്ഞേക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.